ഹലോ. ഇത് കുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി പല ക്ലിപ്സും ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേക്ക് സ്റ്റുഡിയോയ്ക്കാണ് കേട്ടോ, കഫേയിലേക്കാണ്. അവിടെ നിന്നാണ് സെലിബ്രേഷൻ. അപ്പോൾ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് 4:30 മുതൽ 5:30 വരെ, 1 മണിക്കൂറായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു അരമണിക്കൂറും കിട്ടും. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നതും ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ. ഞങ്ങളിവിടെ ഞാനും പ്രകാശേട്ടനും കുട്ടികളും, ഇച്ചയും ഉണ്ണിയേട്ടനും കുട്ടികളും, വാവയും അനന്തും അമ്മയും അച്ഛനും, പിന്നെ ഇവരെ 2-3 ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു പരിപാടിയായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിയലും ഗിഫ്റ്റ് ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വേഗം കേക്കൊക്കെ കഴിക്കണം. എന്താ വെച്ചാൽ നമുക്ക് സമയം, ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വേഗം അതിനുള്ള ധൃതിയിലായി. എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും എത്താൻ തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ തന്നെ ടൈം പോയല്ലോ. അവർ കറക്റ്റ് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറൊക്കെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. പക്ഷേ ടൈം പെട്ടെന്ന് പോണ പോലെ തോന്നും. ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ്. സാറ്റർഡേയും സൺഡേയും തിരക്കായിരിക്കുമല്ലോ അവിടെ. അല്ല, വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ നമുക്ക് കുറേ ടൈം അവിടെ നിൽക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ സൺഡേ ആയിരുന്നു, അപ്പോൾ അതാണ്. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഫ്ലാറ്റിൽ അങ്ങനെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടേ കഴിഞ്ഞ വർഷം ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാറിയപ്പോഴേക്കും ഇപ്പുറത്തേക്ക് നമുക്ക് ഇരിക്കാം. അവിടേക്ക് മാറിയപ്പോഴേക്ക് തന്നെ അവരവിടെ അടുത്ത പാർട്ടിക്കുള്ളത് സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അവർ ഓരോരുത്തർ തീം ഉണ്ടാവില്ല, അതിനനുസരിച്ച് ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ബർത്ത്ഡേക്കാരിയാണെങ്കിലോ ഞങ്ങൾ ന്യൂ കപ്പിൾസിൻ്റെ ഫോട്ടോസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് അവിടെ അപ്പു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബർത്ത്ഡേക്കാരിയുടെ ഫോട്ടോസ് അല്ലേ എടുക്കുന്നത്. അപ്പം അനന്തുവിൻ്റെയും അവിടെയും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക കണ്ണൻ. പിന്നെന്താ, പിന്നെ ഞങ്ങൾ ഫുഡ് ഏൽപ്പിച്ചിരുന്നത് അപ്പുറത്ത് ഗ്രീൻ ടേബിളിലാണ്. പിന്നെ അവിടെ പോയി ഫുഡ് കഴിക്കണം. ഇത് അപ്പുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഹനാന്. ഹനാനും കണ്ണനുമാണ് ഞങ്ങളെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ആൾ. അപ്പോൾ എല്ലാ പരിപാടിക്കും ഇവർ തന്നെ എടുക്കാറ്. പിന്നെ അനന്തും വാവയും അവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു സ്പോട്ട് കണ്ടാൽ പിന്നെ വാവ വെറുതെ വിടില്ല. ആ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഇനി കുട്ടനൊന്ന് അങ്ങോട്ട് കയറാന്നോർത്ത് കുട്ടൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇനി കുട്ടൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ അവിടെ നല്ല അടിപൊളി സ്പേസുകളുണ്ട്. ഇന്ന് കുറച്ച് തിരക്കുണ്ടാവുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് അവിടേക്കൊന്നും ചെല്ലാൻ പറ്റിയില്ല. നല്ല സ്ഥലങ്ങളാണ്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളുണ്ട്. പിന്നെ കുട്ടനെ ഇരുന്നും നിന്നും ഒക്കെ ഫോട്ടോസ് എടുക്കുകയാണ്. ഞങ്ങളപ്പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പു ഇവിടെ നിന്നിട്ട് ഓരോ പോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇത്ര നേരം നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ മാറി ഇപ്പോൾ നല്ലൊരു ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, ഗ്രീൻ ടേബിളിലേക്ക് പോവുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ്, അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എത്തും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സമയം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വലിയ തിരക്കില്ല. ലേറ്റ് ആയാൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. അങ്ങനെ കയറാൻ പറ്റില്ല, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ വലിയ തിരക്കില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ്. എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ഇതാ ഇവിടെ വേറൊരാളെ വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ എവിടെ ഇരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറേ പേര് മീൻസ് ഒരു 15-18 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇത് എവിടെ ഇരിക്കുന്ന ഓർത്ത് ഞങ്ങളിങ്ങനെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് സ്ഥലമൊക്കെ അവർ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് ഇനി ഫുഡ് ഓർഡർ ചെയ്യാണ്. ഓരോരുത്തരും എന്തൊക്കെയോ ഓർഡർ ചെയ്തു. മന്തി കഴിച്ചു, ഫ്രൈഡ് റൈസ്,
പിന്നെന്താ പ്രോൺസ് ബിരിയാണി. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അങ്ങനെ ഓർഡർ ചെയ്ത് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും പുറത്ത് നല്ല മഴയായിരുന്നു. ഞങ്ങൾ അകത്തുനിന്ന് നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ല മഴയെന്നുള്ളത്. പിന്നെ ഇവർക്കൊക്കെ ഇന്ന് തന്നെ തിരിച്ചു പോവും വേണം. അപ്പം ഞങ്ങളങ്ങനെ വേഗം കഴിച്ച് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് നല്ല മഴയാണ്. ഇനി ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് പോയി. എന്നിട്ട് പിന്നെ അവരൊക്കെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അവരെല്ലാവരും വീട്ടിൽ പോയി. അവരെ ഫ്രണ്ട്സുമാരെ പിന്നെ കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.